മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ കാണുന്ന ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, അതായത് സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ദെൻ സിവിൽ എക്സൈസ് ഓഫീസർ, WCO, ഫയർമാൻ, ഫയർവുമൺ പോലെയുള്ള അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോലെയുള്ള ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഈ പറയാൻ പോകുന്ന 50 ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ 50 ടോപ്പിക്കുകളും കഴിഞ്ഞ 2025 എല്ലാ ഫോഴ്സ് പരീക്ഷകളും അനലൈസ് ചെയ്താണ് ഈ 50 ടോപ്പിക്കുകൾ എടുത്തേക്കുന്നത്. അവിടെ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്, ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ 50 ടോപ്പിക്കിൽ നിന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം? ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എല്ലാം മനസ്സിനകത്ത് വരുന്നത്, ഇനി പഠിച്ചാൽ തുടങ്ങിയാൽ മതിയോ, ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എക്സാമിനെ പിടിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഞാൻ ആദ്യം ആൻസർ പറയാം. ഇനി പഠിച്ചു തുടങ്ങിയാൽ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? മക്കളെ, സമയം ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതായത് 2026 ആനുവൽ കലണ്ടർ PSC ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് സിവിൽ പോലീസ് ഓഫീസർ നോക്കുകയാണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതായത് 6 മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ എക്സാം നടക്കാൻ പോകുന്നു, സമയമുണ്ട്. അതേപോലെ ഫയർമാൻ ആണെങ്കിൽ ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിലാണ് എക്സാം നടക്കാൻ പോകുന്നത്, ഒരുപാട് സമയമുണ്ട്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണെങ്കിൽ ഏപ്രിൽ, ജൂൺ മാസങ്ങളിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇനിയും നമുക്കൊരു 3 മാസമൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻ ആയിട്ട് അവിടെ കിട്ടും. 3 മാസമൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എക്സാമിനെ പിടിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് പഠിക്കാം? ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? എന്തുകൊണ്ട് ഈ 50 ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം? റീസൺ ഒന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ ടോപ്പിക്കുകൾ ആദ്യം പഠിക്കുകയാണെന്ന് സങ്കല്പിച്ചു. വേറെ കുറേ ടോപ്പിക്കുകൾ പഠിക്കുന്നു. നമ്മളൊരു 2 മാസമൊക്കെ അങ്ങനെ പഠിച്ചുകൊണ്ടങ്ങിരിക്കുന്നു. എന്നിട്ട് ആവശ്യമുള്ള ടോപ്പിക്കിൽ ഇടയ്ക്കൊന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? സംഭവിക്കാൻ പോകുന്ന ഇതാണ്. നമ്മളൊരു 2 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സാം ഒക്കെ എഴുതും. ഒത്തിരി എക്സാം എഴുതിയിട്ടും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അതായത് മാർക്ക് അങ്ങോട്ട് കയറത്തില്ല. കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ പഠിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഒരു ഫുൾ ടെസ്റ്റ് എഴുതുമ്പോൾ മാർക്ക് സ്റ്റക്കായി നിൽക്കുകയാണ്, മെയിലോട്ടൊന്നും കയറുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സെന്ത് പറയും? നിങ്ങൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ മാർക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. മനസ്സങ്ങ് മടുക്കും, പതുക്കെ അങ്ങ് നിർത്തും. മനസ്സ് മറ്റൊരു ജോലിയിലേക്ക് നമ്മളെ പ്രലോഭിച്ചുകൊണ്ട് പോകും. നമ്മുടെ പ്രിപ്പറേഷൻ പകുതിക്ക് വെച്ചങ്ങ് നിർത്തും. എല്ലാം സംഭവിക്കും. പക്ഷേ ഈ 50 ടോപ്പിക്കുകളിൽ നിന്നാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ, ഒരു എക്സാം എഴുതുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്ത് വെക്കാം. കാര്യം എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ മനസ്സിൽ ഒരു ഡോപ്പമിൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡോപ്പമിനൊക്കെ റിലീസായി നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം ബാക്കിയെല്ലാം മനസ്സ് തന്നെ തരും. മനസ്സ് തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഇടാ, പഠിച്ചുകൊണ്ടിരിക്കുക, ഇത്രയും മാർക്ക് നീ മേടിച്ചല്ലേ, ഇനി കുറച്ചുകൂടെ മേടിച്ചാൽ പോലെ ജോലി കിട്ടത്തില്ലേ, അങ്ങനെ ആ ഒരു സന്തോഷം എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 50 ടോപ്പിക്കിൽ നിന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. അതിൽ ഒന്നാമത്തേത്, നമ്മളിപ്പോൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളാണ്. ധനകാര്യ സ്ഥാപനങ്ങളായ RBI ആയിക്കോട്ടെ, അതേപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എക്കണോമിക്സിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന്. അത് കഴിഞ്ഞ് രണ്ടാമത് പഞ്ചവത്സര പദ്ധതി, മൂന്നാമത് നീതി ആയോഗ്, നാലാമത് കാർഷിക വിളകൾ. ഈ 4 ടോപ്പിക്കാണ് എക്കണോമിക്സിൽ നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ടോപ്പിക്സിൽ നിന്നാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ. 5ാമത്തെ ടോപ്പിക് ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭ. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററി ഒന്ന് പഠിക്കുക. ഓരോ രാജ്യത്ത് നിന്ന് എന്തൊക്കെയാണ് കടമെടുത്തത് പഠിക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പോലെയുള്ള ഇമ്പോർട്ടന്റ് കമ്മിറ്റികൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിൽ അംഗങ്ങളൊന്ന് നോക്കുക. ഓരോ രാജ്യത്ത് നിന്ന് എന്തൊക്കെയാണ് കടമെടുത്തത് മൊത്തം നോക്കി വെച്ചേക്കുക. അത്രയും പോയിന്റ്സ് ആണ് ഈ ടോപ്പിക്കിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് 6ാമത് പഠിക്കേണ്ട ടോപ്പിക്ക് ഭരണഘടനാ ഭേദഗതികളാണ്. 1 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടിയിരിക്കും. ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് ഏതെല്ലാമാണ്, അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് 7ാമത് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് നിന്നും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അത് കഴിഞ്ഞ് 8ാമത് നോക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ വരുന്ന ലോക്സഭ, രാജ്യസഭ, അതിലെ പോയിന്റ്സ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. 9ാമത് ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ആ ലിസ്റ്റിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് ഭംഗിയായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് 10ാമത് നോക്കേണ്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ ഫോർമേഷൻ, അതിനകത്ത് ജഡ്ജസ് ആയിക്കോട്ടെ, നിലവിൽ ആരാണ്, ഫുള്ള് നന്നായിട്ടൊന്ന് പഠിക്കാം. ഇനി അത് കഴിഞ്ഞ് 11ാമതായിട്ട് നോക്കേണ്ട ടോപ്പിക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് നെക്സ്റ്റ് നോക്കേണ്ടത്. അവിടെ നിന്ന് 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് 12ാമത് നോക്കേണ്ട ടോപ്പിക്ക് കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളാണ്. കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ മൊത്തം നോക്കി വെച്ചേക്കാം. അതേപോലെ തന്നെ 13ാമതായിട്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ദെൻ ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ 14ാമതായിട്ട് ഭൂമിയുടെ ഘടന.
അതേപോലെ തന്നെ അന്തരീക്ഷമൊക്കെ കഴിഞ്ഞ CPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അന്തരീക്ഷം. ദെൻ 16-ാമതായിട്ട് ശിലകൾ എന്ന ടോപ്പിക്ക് നോക്കുക, റോക്സ് എന്ന ടോപ്പിക്ക് നോക്കാം. അത് കഴിഞ്ഞ 17-ാമതായിട്ട് ഇന്ത്യയിലെ നദികൾ എന്ന ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കാം. പണ്ടൊക്കെ ഹിമാലയൻ റിവേഴ്സ് ആണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ട്രെൻഡ് എങ്ങോട്ട് മാറി? ഉപദ്വീപീയ നദികളിലോട്ട് മാറി. സോ പെനിൻസുലാർ റിവേഴ്സ് ഒക്കെ തന്നെ നന്നായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞ 18-ാമതായിട്ട് നോക്കേണ്ട ടോപ്പിക്ക് സമുദ്ര പ്രതിഭാസങ്ങളാണ്. അതായത് സമുദ്ര പ്രതിഭാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തിരകൾ വരും, വേലികൾ വരും, അതേപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങൾ വരും. ഈ 3 കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് 19-ആയിട്ട് നോക്കേണ്ട ടോപ്പിക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് ആണ്, ഇന്ത്യയിലെ വനങ്ങൾ. ഇന്ത്യയിലെ വനങ്ങൾ എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. 20-ആയിട്ട് നോക്കേണ്ട ടോപ്പിക്ക് മേഘങ്ങളാണ്, ക്ലൗഡ്സ് ആണ്. ഓക്കെ, ക്ലൗഡ്സ് കഴിഞ്ഞ CP ഒക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മേഘങ്ങൾ നന്നായിട്ട് പഠിക്കുക. സിലബസിനകത്ത് പറയുന്നില്ല, പക്ഷെ ഈ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടേ പോവാം. അത് കഴിഞ്ഞ് 21-ാമതായിട്ട് നോക്കേണ്ട ടോപ്പിക്ക് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളാണ്, ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. അതിനകത്താണ് അതിർത്തികൾ, അതിരുകൾ, അതേപോലെ തന്നെ ഏറ്റവും വലിയ അയൽ രാജ്യം, ഏറ്റവും ചെറിയ അയൽ രാജ്യം, ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും ചെറിയ സംസ്ഥാനം, ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി, ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി, ഉത്തരായന രേഖ, അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, വടക്കേ അറ്റം, തെക്കേ അറ്റം, കിഴക്കേ അറ്റം, പടിഞ്ഞാറേ അറ്റം, അങ്ങനെ എല്ലാ അതിർത്തികളും ബേസിക് ഫാക്ട്സ് എല്ലാം പറയുന്നത് ഏതിനകത്തായിരിക്കും? ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ആ ടോപ്പിക്കിനകത്തായിരിക്കും. ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് 22-ാമതായിട്ട് നോക്കേണ്ട ടോപ്പിക്ക് പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമാണ്. അതായത് പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വനമഹോത്സവം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, അല്ല വൈഷ്ണോയി മൂവ്മെന്റോട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, വൈഷ്ണോയി പ്രസ്ഥാനം, അതേപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, ദെൻ അത് കഴിഞ്ഞ വനമഹോത്സവം, ചിപ്കോ മൂവ്മെന്റ്, സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്, അപ്പിക്കോ മൂവ്മെന്റ്, ജംഗൽ ബച്ചാവോ ആന്തോളൻ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ബാക്കിയെല്ലാം ഉണ്ടല്ലോ, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ആന്റി തഹ്രി ഡാം പ്രോജക്ട്, അതൊക്കെ ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞ് ബയോളജിയിലേക്ക് പോകുമ്പോൾ 23-ാമതായിട്ട് രോഗങ്ങൾ, രോഗകാരികൾ. നിങ്ങൾ ബയോളജിയിൽ ആദ്യം ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഫസ്റ്റ് പഠിക്കേണ്ട ടോപ്പിക്ക് ഏത് തന്നെയാണ്? രോഗങ്ങൾ, രോഗകാരികളാണ്. അത് കഴിഞ്ഞ് വൈറ്റമിൻസ് നോക്കുക, വൈറ്റമിൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് 24 ഹോർമോൺസ്, 25 വൈറ്റമിൻസ് എന്ന ടോപ്പിക്ക് പഠിക്കുക. 26 അസ്ഥി വ്യവസ്ഥയാണ്, ഓരോ സ്ഥലത്തും എത്ര അസ്ഥികളുണ്ട്, അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മൊത്തം ഒന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് 27-ാമത്തെ പഠിക്കേണ്ടത് രക്തമാണ്. രക്തം, പ്രത്യേകിച്ച് ഒരു തവണ രക്തം എടുക്കുമ്പോൾ എത്ര മില്ലി ലിറ്റർ രക്തമാണ് എടുക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ രക്തത്തിന്റെ ഒരുപാട് പോയിന്റ്സ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. അത് ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കാം. 28-ാമതായിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക് വൃക്കകളാണ്. ഓക്കെ, വൃക്ക. അത് കഴിഞ്ഞ് 29 ഫിസിക്സിലേക്ക് വരുമ്പോൾ താപവും ഊഷ്മാവും മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞ് 30-ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക് ലെൻസ് ആണ്. അതായത് ഫിസിക്സിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ പഠിക്കേണ്ട ടോപ്പിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മൊത്തം അനലൈസ് ചെയ്താൽ ഏത് ടോപ്പിക് ആയിരിക്കും? ലെൻസിൽ നിന്നായിരിക്കും ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ലെൻസ് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് 31-ആയിട്ട് ശബ്ദം, 31-ാമത് പഠിക്കേണ്ട ടോപ്പിക്ക് ശബ്ദമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് 32 പ്രകാശ പ്രതിഭാസങ്ങൾ, ലൈറ്റ്, അതേപോലെ തന്നെ ഒരുപാട് പ്രകാശ പ്രതിഭാസങ്ങൾ ഉണ്ടല്ലോ, അപവർത്തനം, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രകാശ പ്രതിഭാസങ്ങളും നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞ pH എന്ന ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കണം. ഓക്കെ, pH വാല്യൂസ്, ഓരോന്നിന്റെ pH എത്രയാണ്, pH വാല്യൂസ് എത്രയാണ്, കഴിഞ്ഞ CPO എന്നൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ pH എന്ന ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് 34-ാമതായിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക് വരുന്നത് രാസപ്രവർത്തനങ്ങളാണ്. അത് കഴിഞ്ഞ് 35 പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഇപ്പൊ പീരിയോഡിക് ടേബിൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട് പീരിയോഡിക് ടേബിൾ. അപ്പൊ അത് പതുക്കെ 1, 2, 3 ദിവസം എടുത്ത് നല്ലൊരു നോട്ടൊക്കെ ഉണ്ടാക്കി സെറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് 36-ാമതായിട്ട് വരുന്നത് ജ്ഞാനപീഠമാണ്. കൊച്ചു ടോപ്പിക്കാണ്. ഒരു നോട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ ഒരു പേജ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ആ ഒരു പേജ് പഠിച്ചാൽ നമുക്ക് അവിടെ 1 മാർക്ക് ഷുവർ ആയിരിക്കും. ജ്ഞാനപീഠം കിട്ടിയ മലയാളികളെ മൊത്തം നോക്കുക, വർഷവും നോക്കുക, അവരുടെ പ്രധാനപ്പെട്ട ബുക്കുകൾ മൊത്തം നോക്കുക. അടിപൊളി ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് 37 കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, അതായത് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ ഉദയംപേരൂർ സുനഹദോസ് മുതൽ പിന്നെ അങ്ങോട്ട് മയ്യഴി പ്രക്ഷോഭം വരെയുള്ള കേരളത്തിലെ എല്ലാ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളും പഠിക്കാം. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ നന്നായിട്ട് പഠിക്കാം. then അത് കഴിഞ്ഞ 1-ാം സ്വാതന്ത്ര്യ സമരം, ഓരോ സ്ഥലത്തും ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്, അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ വിശേഷണങ്ങൾ അതിനകത്തുണ്ട്, ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് 40-ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള യൂറോപ്യന്മാരുടെ ആഗമനം, അതിലെ എല്ലാ ഡീറ്റെയിൽസും നന്നായിട്ട് പഠിക്കുക. അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് കഴിഞ്ഞ 41-ാമത്തെ ടോപ്പിക്ക് ദ്രവ്യം എന്ന ടോപ്പിക്കാണ്. 42 കെമിസ്ട്രിയിലെ ആറ്റം ടോപ്പിക്ക്, നല്ല ടോപ്പിക്കാണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കാണ്. അത് കഴിഞ്ഞ് 43 ഞാൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ മൊത്തമായിട്ട് എടുക്കാൻ. അതായത് അതിനകത്തൊന്നും ഒഴിവാക്കാനില്ല. നിങ്ങൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ മൊത്തം നോട്ട് എഴുതി എടുക്കുകയാണെങ്കിൽ
ഏതാണ്ട് ഒരു 70 പേജിനകത്ത് മാത്രമേ വരത്തുള്ളൂ. ഒരു ഫുൾ നോട്ടാണെങ്കിൽ അതിൽ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും കൂടി ചേർത്ത് ഒരു 70 പേജുകൾക്കകത്തായിരിക്കും ആ ടോപ്പിക്ക് മൊത്തം വരുന്നത്. ആ 70 പേജ് പഠിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മാർക്ക് 4 മാർക്കൊക്കെ നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. അതിനകത്തൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. നല്ല ഭംഗിയായിട്ടൊരു നോട്ട് നിങ്ങൾ ഉണ്ടാക്കുക. എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തൊരു നോട്ട് നിങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. യെസ്, കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കുക. മാക്സിമം മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് 44 കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ അവാർഡ്സ്, അതായത് ലിറ്റററി അവാർഡ്സ് മൊത്തം ഒന്ന് പഠിക്കണം. കേരളത്തിലെ പ്രധാനപ്പെട്ട ലിറ്റററി അവാർഡ്സ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ജ്ഞാനപീഠം പുരസ്കാരം, വയലാർ അവാർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കേരളത്തിലെ പ്രധാനപ്പെട്ട ലിറ്റററി അവാർഡ്സ് എല്ലാം ഉണ്ട്. അത് മസ്റ്റ് ആയിട്ട് പഠിക്കാം. 2024, 2025 ആ 2 വർഷങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അത് കഴിഞ്ഞ ISROയുടെ 2025 എല്ലാ ലോഞ്ചസും ഒന്ന് പഠിക്കാം. ISROയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആയ ചന്ദ്രയാൻ, മംഗൾയാൻ, ഗഗൻയാൻ, അതേപോലെയുള്ള കോൺട്രിബ്യൂഷൻസ് മൊത്തം ഒന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് 46ാമതായിട്ട് കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ സൈനിക അഭ്യാസങ്ങൾ. ഓരോ രാജ്യവുമായിട്ട് ചേർന്ന് ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട സൈനിക അഭ്യാസങ്ങൾ ഏതെല്ലാമാണ്, ആ പേരുകൾ മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിലെ കോൺട്രിബ്യൂഷൻസ് മൊത്തം ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ രക്ഷാ ദൗത്യങ്ങൾ, ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് ആൾക്കാർ ഇവാക്യുവേറ്റ് ചെയ്ത മിഷൻ ഏതാണ്, അല്ലെങ്കിൽ യമനിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത മിഷൻ ഏതാണ്, പുതിയ മിഷൻസ് ഏതൊക്കെയാണ്, അത് ഭംഗിയായിട്ട് പഠിച്ചോ. കൊച്ചു ടോപ്പിക്കാണ്, പക്ഷെ ഒരു മാർക്ക് നമുക്ക് ഇവിടെ കിട്ടും. ഒരു കൊച്ചു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഒരു 10 പോയിന്റ്സിനകത്ത് വരത്തുള്ളൂ. അത് ഭംഗിയായിട്ടൊന്ന് പഠിക്കുക. അത് കഴിഞ്ഞ ലാസ്റ്റത്തെ നൊബേൽ പ്രൈസ് മൊത്തം ഒന്ന് നോക്കുക. അതേപോലെ കഴിഞ്ഞ ഒളിമ്പിക്സ് മൊത്തം ഒന്ന് നോക്കുക. റീസെന്റ് ആയിട്ടുള്ള സ്പോർട്സ് ഈവന്റ്സ് മൊത്തം പഠിക്കുക. WPL ആയിക്കോട്ടെ, IPL ആയിക്കോട്ടെ, അതേപോലെ തന്നെ പ്രീമിയർ ലീഗ്സ് മൊത്തം നോക്കി വെച്ചേക്കുക. ആരാണ് വിജയിച്ചത്, അതിന്റെ റണ്ണറപ്പ് ആരായിരുന്നു, ആ പോയിന്റ്സ് എവിടെ ഹോസ്റ്റ് ചെയ്തു ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞ നിയമനങ്ങൾ മൊത്തം ഒന്ന് പഠിക്കുക. നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഓരോ പൊസിഷനിലും ആരൊക്കെയാണ് ഇരിക്കുന്നത്, ആ നിയമനങ്ങൾ നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് 51ാമതായിട്ട് കേരള മന്ത്രിസഭ എന്ന ടോപ്പിക്ക്, നിലവിലെ കേരളത്തിലെ മന്ത്രിസഭ എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് 52 വേദികളാണ്. വേദികൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നടന്ന ഇവന്റ്സ് ഒക്കെ എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തു, ബ്രിക്സ് എവിടെ വെച്ചാണ്, G7 എവിടെയാണ്, G20 എവിടെയാണ്, അങ്ങനെയുള്ള വേദികൾ. ഇപ്പൊ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്, വേൾഡ് കപ്പിന്റെ വേദി ഏതാണ്, അങ്ങനെ വേദികൾ മൊത്തം ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞ അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ 50 പറഞ്ഞത്, പക്ഷെ ഇതിനകത്ത് ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഈ 52 ടോപ്പിക്കുകൾ പഠിച്ചാൽ, അതായത് നിങ്ങൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചാൽ പോലും, ഒറ്റ ടോപ്പിക്ക് വെച്ച് പഠിച്ചാൽ പോലും 52 ദിവസങ്ങൾ കൊണ്ട്, 1.5 മാസം കൊണ്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും. മക്കളെ, ഒരു ഉപദേശം കൂടെ എനിക്ക് തരാനുണ്ട്. അതായത് നിങ്ങൾ പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം പഴയതൊരിക്കലും മറക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോർമാറ്റിൽ നിങ്ങൾ പോവാം. അതായത് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നിങ്ങൾ ഒരു പുതിയ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം. എല്ലാ ദിവസവും ഒരു പുതിയ ടോപ്പിക്ക്. ഒരു ദിവസം 2-3 ടോപ്പിക്കൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഒരുപാടായി നമ്മൾ നിർത്തിയിട്ട് പോകും, നമ്മൾ മനസ്സ് തന്നെ വെറുത്തു പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കാം. ഒരു 5 ടോപ്പിക്കുകൾക്ക് നന്നായിട്ട് റിവിഷൻ കൊടുത്തോടാം. പക്കയായിട്ട് 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുത്ത കാര്യം, പുതിയത് പഠിക്കുമ്പോൾ നമ്മളെ പഴയതൊന്നും മറന്നു പോരുത്. അതുകൊണ്ട് തന്നെ 5 ടോപ്പിക്കുകൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ റിവിഷൻ കൊടുത്തോ. അപ്പോൾ മനസ്സിനകത്ത് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, നമ്മളൊന്നും മറക്കുന്നില്ല, സെറ്റായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഞാൻ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും, അതായത് ആദ്യത്തെ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ 1 മാസത്തിന് ശേഷം എല്ലാ ദിവസവും ഒരു ഫുൾ ടെസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്തു. ഒരു ഫുൾ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വൊക്കാബുലറി മൊത്തം നമ്മുടെ കയ്യിലിരിക്കും. ഇംഗ്ലീഷ്, മലയാളം, വൊക്കാബുലറി മൊത്തം നമ്മുടെ കയ്യിലാവും. അതേപോലെ തന്നെ ഗ്രാമറും അത്യാവശ്യം നല്ല ഏരിയ നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് ഒരു പ്രാക്ടീസിനൊക്കെ നമുക്ക് കിട്ടും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മൊത്തം അതിനകത്ത് കവർ ആവും. അതേപോലെ GKയിലെ സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും നമുക്കറിയാം. ഓരോ ദിവസം നമ്മുടെ പ്രോഗ്രസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസം നമ്മൾ എന്തോരം ഇമ്പ്രൂവ് ആവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും സ്റ്റേ ഹൈ ആയിട്ട് നമുക്ക് നിൽക്കാം, പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തോ. എല്ലാ ദിവസവും ഒരു 20 കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഒരു ബുക്കിനകത്ത് എഴുതി അങ്ങ് പോവുക. അപ്പൊ കറണ്ട് അഫയേഴ്സിലൊക്കെ നമ്മൾ പ്രോ ആയിട്ട് മാറും. ഒരു മാർക്ക് പോലും പുറത്ത് പോകത്തില്ല. ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് ഫോളോ ചെയ്തോ. അപ്പൊ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. പുറത്ത് പോകാതെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റിയാൽ ബാക്കി എല്ലാം ഓക്കെ. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഏറ്റവും അകലെയുള്ള ഒരു പരീക്ഷ സെപ്റ്റംബറിലാണ് നടക്കുന്നത്. അതായത് ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ എല്ലാ എക്സാമും കണ്ടക്ട് ആവും. എന്ന് വെച്ചാൽ ഒരു 6 മാസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 200 ദിവസമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. മാക്സിമം 200 ദിവസം. എപ്പോഴും നിങ്ങൾ ആലോചിക്കണം, 200 ദിവസം എനിക്ക് എൻ്റെ ലൈഫിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലേ, എനിക്ക് എൻ്റെ ലൈഫിന് വേണ്ടി കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റത്തില്ലേ? യെസ്, 200 ദിവസം.
അപ്പോൾ മനസ്സ് തന്നെ പറയും ഓക്കെ കുഴപ്പമില്ല, നിനക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാദ്യം മനസ്സ് പറയും, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറും. അത് മാറാതിരിക്കാനായിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഡേ 1 ഔട്ട് ഓഫ് 200, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഡേ 2 ഔട്ട് ഓഫ് 200, അങ്ങനെ ഒരു കൊച്ചു കലണ്ടറിലോ ബുക്കിലോ ഒന്ന് എഴുതി പോയാൽ നമുക്കൊരു സന്തോഷം കിട്ടും. ഓരോ സാധനം തീർത്ത് പോകുന്നതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾ പഠിച്ചോ, എല്ലാം സെറ്റ് ആവും. ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് നമുക്ക് ഈ ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി 2 ബാച്ചസ് നമുക്കുണ്ട്. ഒന്ന് ജോബിൻ സാറിന്റെ ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ചാണ്. ഈ ഗോൾഡ് ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറും എല്ലാവരെയും കൃത്യമായിട്ട് വിളിക്കും, എല്ലാ ദിവസവും മെസ്സേജ് തരും, പഠിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കും, നല്ലൊരു സപ്പോർട്ട് തരും. നിങ്ങൾക്ക് എപ്പോഴും സാറിനെ വിളിക്കണമെങ്കിൽ സാറിനെ വിളിക്കാം, എപ്പോഴും കൂടെ ഒരാൾ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എനിക്ക് ഒരു ഇൻസ്പിറേഷൻ്റെ ആവശ്യമില്ല, ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല, എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ് മതി, ആഴ്ചയിൽ ഒരിക്കലും ഒരു മോട്ടിവേഷൻ സെഷൻ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ കാക്കി എന്നൊരു ബാച്ച് ഉണ്ട്. ഇതൊരു കോമൺ ബാച്ചാണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഫോഴ്സ് നോട്ടിഫിക്കേഷൻസ് ആയ CPO, സിവിൽ എക്സൈസ് ഓഫീസർ, അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ, ഫയർമാൻ, ഫയർവുമൺ, അങ്ങനെ എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കും, അതായത് ഇതിലെല്ലാം കോമൺ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ആ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് നമുക്കൊരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടാവും. ഏറ്റവും നല്ല നോട്ട്സ് ആയിരിക്കും. നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാലും ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഭയങ്കര എഫേർട്ടാണ് കേട്ടോ നോട്ട് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നു? റീസൺ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അല്ലാതെ 1 മണിക്കൂറിന്റെ ഒരു ക്ലാസ്സിന്റെ നോട്ട് എഴുതിയെടുക്കാൻ നിന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ പോകും. ഒരു കുട്ടിയുടെ 3 മണിക്കൂർ എന്ന് വെച്ചാൽ ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്ലാസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ നോട്ടും കൂടെ വായിച്ച് പെട്ടെന്ന് അങ്ങ് തീർത്തു പോകാം. സോ കുറച്ച് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് കൊടുക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തോളാം. 8281223366. ഓക്കെ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം, അവിടെ സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. ഇത്രയും പരീക്ഷകൾ മുമ്പിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 200 ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ പിന്നെ ലൈഫ് മൊത്തം സ്റ്റേബിൾ ആവും, സെറ്റ് ആവും. നിങ്ങൾ ആഗ്രഹിച്ച ആ കാക്കി നിങ്ങളുടെ ശരീരത്തിൽ കിടക്കും. 2027 നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും, ലൈഫ് മൊത്തം കളർഫുൾ ആവും. അപ്പോൾ 200 ദിവസം ഒന്ന് മാറ്റി വെച്ചു, എല്ലാം സെറ്റ് ആവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോടാ, മറക്കണ്ട. പിന്നെ വേറൊന്നുമില്ല മക്കളെ, നന്നായിട്ട് പഠിച്ചോ. ക്ലാസ്സിൽ